ഹായ് നമസ്കാരം. സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 15, 2024. നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്നലെയും ഇന്നും നാളെയും ഒക്കെയായി ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഏഷ്യയിലും തെക്കേ അമേരിക്കയിലുമൊക്കെ അടുത്ത വേൾഡ് കപ്പിനുള്ള ക്വാളിഫൈങ് മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ നടന്ന ഒരു പ്രധാന മത്സരത്തിൽ ബ്രസീൽ വെനീസുലയുമായി സമനിലയിൽ പിരിഞ്ഞു. ബ്രസീലിന് വേണ്ടി റാഫിഞ്ഞ ഒരു ഗോളടിച്ചു. അതേസമയം വിനീഷ്യസ് ജൂനിയർ ഒരു പെനാൽറ്റി പാഴാക്കുകയാണ് ചെയ്തത്. ഈ സമനിലയോടെ ബ്രസീൽ 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന കൊളംബിയ ഉറുഗ്വേ മത്സരത്തിൽ ഉറുഗ്വേ വിജയിക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ 3ാം സ്ഥാനം വീണ്ടും നഷ്ടപ്പെടും. മറ്റൊരു മത്സരത്തിൽ, ഇന്ന് കാലത്ത് നടന്നൊരു മത്സരത്തിൽ അർജൻറ്റീന പരാഗ്വയോട് 1-2 ഗോൾ തോറ്റു പരാജയപ്പെടുകയാണ് ചെയ്തത്. അർജൻറ്റീന ടീമിൽ മെസ്സി കളിച്ചിരുന്നുവെങ്കിലും അർജൻറ്റീന ടീമിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും ഈ ഗ്രൂപ്പിൽ അർജൻറ്റീന തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തെക്കേ അമേരിക്കയിൽ നിന്ന് അടുത്ത ലോകകപ്പിലേക്ക് 8 ടീമുകൾ ക്വാളിഫൈ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മത്സരങ്ങളൊന്നും അത്ര നിർണായകമൊന്നുമല്ല. ആകെ 10 പേർ പങ്കെടുക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ടൂർണമെൻറ്റിൽ 2 പേർ മാത്രമേ പുറത്താവുകയുള്ളൂ. അതേസമയം ഏഷ്യയിൽ ഇന്നലെ നടന്ന ക്വാളിഫയിങ് മത്സരങ്ങളിൽ ആദ്യം നടന്നത് സൗദി അറേബ്യ ഓസ്ട്രേലിയ മത്സരം ആയിരുന്നു. സൗദി അറേബ്യയും ഓസ്ട്രേലിയയും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഈ ഗ്രൂപ്പിൽ ജപ്പാൻ ആണ് ഇപ്പോൾ 1ാം സ്ഥാനത്ത്. ഓസ്ട്രേലിയയും സൗദി അറേബ്യയും ചൈനയും ഇപ്പോൾ 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. മറ്റൊരു ഗ്രൂപ്പിൽ ഇറാൻ വടക്കൻ കൊറിയയെ പരാജയപ്പെടുത്തി. 2ാം പകുതിയിൽ ഇറാൻ്റെ ഒരു കളിക്കാരൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായെങ്കിലും വടക്കൻ കൊറിയയ്ക്ക് ജയിക്കാനായില്ല. ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും ഇറാൻ തന്നെയാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തുള്ള ഉസ്ബെക്കിസ്ഥാൻ ഇന്നലെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിനോട് പരാജയപ്പെട്ടു. എങ്കിലും ഇപ്പോഴും ഉസ്ബെക്കിസ്ഥാൻ തന്നെയാണ് 2ാം സ്ഥാനത്ത്. UAE 3ാം സ്ഥാനത്തും ഖത്തർ 4ാം സ്ഥാനത്തുമാണ്. മറ്റൊരു ഗ്രൂപ്പിൽ ദക്ഷിണ കൊറിയ കുവൈത്തിനെ പരാജയപ്പെടുത്തി. ഈ ഗ്രൂപ്പിൽ ദക്ഷിണ കൊറിയയാണ് 1ാം സ്ഥാനത്ത് ഉള്ളത്. 2ാം സ്ഥാനത്ത് ജോർദാനും 3ാം സ്ഥാനത്ത് ഇറാഖുമാണ്. ഏഷ്യയിൽ നിന്നും അടുത്ത വേൾഡ് കപ്പിൽ 8 പേർക്ക് യോഗ്യത നേടാം. യൂറോപ്പിൽ ഇന്നലെ ലോകകപ്പിനുള്ള ക്വാളിഫയിങ് മത്സരങ്ങളല്ല, യുവേഫ നാഷണൽ കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് നടന്നത്. ഒരു സുപ്രധാന മത്സരത്തിൽ സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ സ്ലോവേനിയയെ 1-4 ഗോൾക്ക് പരാജയപ്പെടുത്തി. ഈ മത്സരത്തിൽ എർലിംഗ് ഹാലൻഡ് ഒരു ഗോൾ നേടി. മറ്റൊരു മത്സരത്തിൽ ഇറ്റലി ബെൽജിയത്തെ പരാജയപ്പെടുത്തി. ബെൽജിയത്തിന് വേണ്ടി കെവിൻ ഡിബ്രൂയിൻ, ഡോക്കു എന്നിവരൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേസമയം റൊമേലു ലുക്കാക്കു കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ബെൽജിയം പുറത്താകലിൻ്റെ വക്കിലാണ്. മറ്റൊരു മത്സരത്തിൽ ഫ്രാൻസ് ഇസ്രായേലുമായി സമനിലയിൽ പിരിഞ്ഞു. ഇംഗ്ലണ്ട് ഇന്നലെ ഗ്രീസിനെ പരാജയപ്പെടുത്തി. ഇത്രയൊക്കെയാണ് ഫുട്ബോളുമായി ഉള്ള അപ്ഡേറ്റ് ഇപ്പോൾ ഉള്ളത്. അടുത്ത അപ്ഡേറ്റുമായി വരുന്നവരെ നമസ്കാരം. താങ്ക് യു. ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 15, 2024 ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്ന് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള 4ാം T20 മത്സരം ഇന്ന് രാത്രി 8 മണിക്ക് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടക്കുന്നതാണ്. ആദ്യ മത്സരത്തിൽ സഞ്ജു